കെവിൻ്റെ ചേതനയറ്റ ശരീരവും നീനുവിൻ്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും മലയാളികൾ അത്രയെളുപ്പം മറക്കാനിടയില്ല. കെവിൻ്റേത് ആദ്യത്തെ ദുരഭിമാനക്കൊലയായിരുന്നില്ല. പക്ഷേ മലയാളികളെ അഗാധ ദുഃഖത്തിലാഴ്ത്തിയ കൊലപാതകമായിരുന്നു കെവിൻ്റേത്. എന്നാൽ ഷാഹി കബീർ എഴുതി സംവിധാനം ചെയ്ത റോന്ത് എന്ന ചിത്രത്തിൽ നൈസായി ഈ കൊലപാതകത്തെ വെള്ളപൂശാൻ ശ്രമിക്കുന്നുണ്ട്. റോന്തിൽ മാത്രമല്ല, ഷാഹി കബീറിൻ്റെ എല്ലാ സിനിമകളിലും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഷാഹി കബീർ നല്ല കാലിബറുള്ള എഴുത്തുകാരനാണ് എന്നതിൽ എനിക്ക് സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ പല പ്രശ്നങ്ങളുമുണ്ട്. തിരക്കഥാ സങ്കേതങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. റൈറ്റിംഗ് ടെക്നിക്കിൽ ഷാഹി കബീർ പൊളിയാണ്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തിൻ്റെ തിരക്കഥകളും സിനിമകളും സമൂഹത്തിന് നൽകുന്ന സന്ദേശം ശരിയല്ല എന്നതാണ് എൻ്റെ നിലപാട്. സന്ദേശം നൽകാനാണോ സിനിമ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അല്ല. പക്ഷേ സിനിമകൾ തീർച്ചയായും ഒരു പൗരൻ്റെ കാഴ്ചപ്പാടിനെ ബാധിക്കും എന്നുള്ളത് റിയാലിറ്റിയാണ്. വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ പറയട്ടെ, സിനിമയെ സിനിമയായി കണ്ടുകൂടെ എന്ന് ചോദിക്കുന്നവർക്കുള്ളതല്ല ഈ വീഡിയോ. ഓക്കെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഷാഹി കബീറിൻ്റെ എഴുത്തിലെ സാമൂഹിക ദ്രോഹങ്ങളെക്കുറിച്ചാണ്. വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളികൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത കൊലപാതകമാണ് കെവിൻ പി ജോസഫ് എന്ന യുവാവിൻ്റേത്. 2018 മെയ് 28-നാണ് കെവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. നീനു ചാക്കോ എന്ന യുവതിയുമായുള്ള ബന്ധമാണ് കെവിനെ കൊലപ്പെടുത്താൻ നീനുവിൻ്റെ ബന്ധുക്കളായ പ്രതികളെ പ്രേരിപ്പിച്ചത്. രജിസ്റ്റർ വിവാഹത്തിന് നടപടികൾ പൂർത്തിയാക്കി കാത്തിരിക്കുകയായിരുന്ന കെവിനെയും സുഹൃത്ത് അനീഷിനെയും വീടുകയറി ആക്രമിച്ച് നീനുവിൻ്റെ സഹോദരൻ ഷാനുവും കൂട്ടുപ്രതികളും ചേർന്ന് തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു. തുടർന്ന് ഇരുവരെയും ഇരു കാറുകളിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു. അടുത്ത ദിവസം, അതായത് മെയ് 28-ന് രാവിലെ കെവിനെ കൊല്ലത്തെ ചാലിയേക്കര ആറ്റിൽ നിന്ന് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതാണ് കെവിൻ വധക്കേസ്. ഇതേ സംഭവം തന്നെയാണ് റോന്ത് എന്ന ഷാഹി കബീർ ചിത്രത്തിൽ കാണിക്കുന്നത്. മുൻ പോലീസുകാരനായിരുന്ന ഷാഹി കബീർ സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയും തിരക്കഥയൊരുക്കുന്ന നാലാമത്തെ സിനിമയുമാണ് റോന്ത്. തിരക്കഥയെഴുതിയ 4 സിനിമകളിലും ചെറുതല്ലാത്ത സാമൂഹിക ദ്രോഹം ചെയ്ത എഴുത്തുകാരൻ കൂടിയാണ് ഷാഹി കബീർ. റോന്തിന് ശേഷം ഓരോ സിനിമകളും ചർച്ച ചെയ്യാം. കെവിൻ വധക്കേസിൽ പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നിരുന്നു. കെവിൻ കൊല്ലപ്പെടുന്നതിന് ഒരു ദിവസം മുമ്പ്, അതായത് മെയ് 26-ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒത്തുതീർപ്പ് ചർച്ച നടന്നിരുന്നു. ഈ ചർച്ചയിൽ പ്രതികളായ നീനുവിൻ്റെ വീട്ടുകാർക്കൊപ്പമാണ് പോലീസ് നിന്നതെന്ന് നീനു തന്നെ മാധ്യമങ്ങളോട് പറയുന്നത് നമ്മൾ കണ്ടതാണ്. അടുത്ത ദിവസം കെവിനെ കാണാനില്ലെന്ന പരാതി നൽകാൻ സ്റ്റേഷനിൽ എത്തിയ നീനുവിനെ പോലീസ് ഗൗനിച്ചില്ല. അന്ന് ആ പരാതി സ്വീകരിച്ച് പോലീസ് അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കെവിൻ ഇന്ന് നമ്മോടൊപ്പം ജീവിച്ചിരിപ്പുണ്ടാകും. നീനുവിൻ്റെ സഹോദരൻ ഷാനു, പിതാവ് ചാക്കോ എന്നിവരെ വഴിവിട്ട് സഹായിച്ചു എന്ന കുറ്റത്തിൽ അന്ന് 2 പോലീസുകാരെ അറസ്റ്റ് ചെയ്തിരുന്നു. SI ബിജു, ഡ്രൈവർ അജയ് കുമാർ എന്നിവരാണ് അന്ന് അറസ്റ്റിലായത്. ഈ സംഭവങ്ങളെയെല്ലാം ഒരു ഉളുപ്പുമില്ലാതെ വെളുപ്പിച്ചെടുക്കുകയാണ് ഷാഹി കബീർ റോന്തിലൂടെ ചെയ്യുന്നത്. കെവിനു പകരം നവീനും നീനുവിനു പകരം ജിൻസിയുമാണ് റോന്തിലെ കഥാപാത്രങ്ങൾ. കെവിൻ്റെ മരണം ദുരഭിമാന കൊലയല്ലെന്നും അപകട മരണമാണെന്നുമാണ് ഷാഹി കബീർ റോന്തിലൂടെ പറയാതെ പറയുന്നത്. കെവിൻ വധം മനസ്സിൽ വെച്ച് റോന്ത് ഒന്നുകൂടെ കാണുക. ഇനി നമുക്ക് ഷാഹി കബീർ തിരക്കഥയൊരുക്കി മാർട്ടിൻ പ്രകാട്ട് സംവിധാനം ചെയ്ത നായാട്ട് എന്ന സിനിമയിലേക്ക് വരാം. മികച്ച സിനിമയാണ് നായാട്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. എഴുത്തും സംവിധാനവും ഗംഭീരമാണ്. പക്ഷേ സോഷ്യലി നോക്കുമ്പോൾ നായാട്ടിലും പ്രശ്നങ്ങളുണ്ട്. സിനിമയിൽ കാണിക്കുന്ന ദലിത് പ്രിവിലേജ് ശരിക്കും കേരളത്തിൽ നിലനിൽക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യവുമായി ലവലേശം ബന്ധമില്ലാത്ത ഒന്നാണ്. സിസ്റ്റത്തെയും പോലീസ് സംവിധാനങ്ങളെയും പിടിച്ചു കുലുക്കാൻ മാത്രം കെൽപ്പുള്ളവരാണ് കേരളത്തിലെ ദലിത് സമൂഹമെന്നാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. ദലിത് അട്രോസിറ്റികളെയെല്ലാം കയ്യിലിരിപ്പുകൊണ്ട് അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നതാണെന്ന അതിഭീകരമായ സ്റ്റേറ്റ്മെൻറ്റാണ് നായാട്ട് മുന്നോട്ട് വെക്കുന്നത്. സിസ്റ്റം വേട്ടയാടുന്നൊരു സമൂഹത്തെ സിസ്റ്റത്തെ തന്നെ വേട്ടയാടുന്നവരാക്കി ചിത്രീകരിക്കുന്നതിന് പിന്നിലുള്ള ഉദ്ദേശം അത്ര നിഷ്കളങ്കമല്ല. ഷാഹി കബീർ പോലീസ് കുപ്പായം അഴിച്ചു വച്ചിരിക്കാം. പക്ഷേ സിസ്റ്റത്തിൻ്റെ കാവൽ നായ തന്നെയാണ് ഷാഹി കബീർ എന്ന എഴുത്തുകാരൻ. കാലങ്ങളായി നമ്മുടെ സമൂഹത്തിലുള്ള കാഴ്ചപ്പാടാണ്
നിയമം തങ്ങൾക്ക് നൽകുന്ന പ്രത്യേക പരിഗണന ഉപയോഗിച്ച് മറ്റുള്ളവരെ കേസിൽ പെടുത്തുന്നവരാണ് ദലിതർ എന്ന കാഴ്ചപ്പാട്. മാത്രമല്ല, അർഹതയില്ലാതെ അഥവാ മെറിറ്റ് ഇല്ലാതെ സംവരണത്തിലൂടെ മാത്രം സർക്കാർ ജോലികൾ നേടുന്നവരാണ് ദലിതർ എന്നതും അവർക്കെതിരെയുള്ള ആക്ഷേപമാണ്. ഈ കാഴ്ചപ്പാടുകളെയെല്ലാം ഊട്ടിയുറപ്പിക്കുന്ന സിനിമയാണ് നായാട്ട്. കുനിഞ്ഞു നിന്നിരുന്ന കാലമൊക്കെ പോയി സാറേ എന്ന ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ശക്തമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പോലും വില്ലനൈസ് ചെയ്താണ് സിനിമയിൽ കാണിക്കുന്നത്. ചരിത്രത്തിൽ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തെ പൊളിറ്റിക്കൽ പവർ കൈയാളുന്ന ഒരു സമൂഹമായി ചിത്രീകരിക്കുന്നത് ആരെ തൃപ്തിപ്പെടുത്താനാണ്? സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ ഫ്ലിപ്പ് ചെയ്യുകയാണ് ഷാഹി കബീർ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, കശ്മീർ ഫയൽസിനും കേരള സ്റ്റോറിക്കും സമൂഹത്തിൽ എത്രത്തോളം കേടുപാടുകൾ ഉണ്ടാക്കാൻ കഴിയുമോ അത്രത്തോളം നായാട്ടിനും റോന്തിനും സമൂഹത്തിൽ കേടുപാടുകൾ ഉണ്ടാക്കാൻ കഴിയും. ഷാഹി കബീർ തിരക്കഥയൊരുക്കിയ ജോസഫിനെക്കുറിച്ച് അദ്ദേഹം ഈ അടുത്തു പറഞ്ഞത് ഇങ്ങനെയാണ്: ജോസഫ് വീണ്ടും ചർച്ചയാകുന്നത് വേദനയുണ്ടാക്കുന്ന കാര്യമാണ് എന്നേ പറയാൻ പറ്റൂ. ആ ചിത്രം ഇറങ്ങിയ സമയത്ത് അത് വലിയ തോതിൽ ആളുകളെ സ്വാധീനിച്ചെന്നും ആളുകൾ മരണാനന്തര അവയവദാനത്തിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥയുണ്ടാക്കിയെന്നും എൻ്റെ അടുത്ത നല്ലവരായ പല ഡോക്ടർമാരും പറഞ്ഞു. അതിനാൽ തന്നെ അവയവ ശസ്ത്രക്രിയയിലൂടെ ജീവൻ കുറച്ചുകാലം കൂടി നിലനിർത്താൻ സാധിക്കുന്ന പലരുടെയും ജീവൻ നഷ്ടമായിരിക്കാം എന്നത് കുറേ കാലം എനിക്കൊരു കുറ്റബോധമായി തോന്നിയിട്ടുണ്ട് എന്നാണ് ഷാഹി കബീർ പറഞ്ഞത്. ജോസഫ് ഇറങ്ങിയ ശേഷം ആളുകൾ അവയവങ്ങൾ ദാനം ചെയ്യാൻ മടിച്ചിരുന്നു എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 5-6 വർഷമായിട്ട് നമ്മളുടെ സൊസൈറ്റിയിലേക്ക് ഒരു റോങ് മെസ്സേജ് പോയിട്ടുണ്ട്. അതായത് ഈ ബ്രെയിൻ ഡെത്തിനെ പറ്റിയുള്ള ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ നമുക്ക് ആരാണ് മസ്തിഷ്ക മരണത്തിന് വിധേയരാകുന്നവർ, ഈ മസ്തിഷ്ക മരണം എങ്ങനെ സ്ഥിരീകരിക്കും, എങ്ങനെയുള്ള കുറേ സംശയങ്ങൾ ചില വ്യക്തികൾ സമൂഹത്തിലേക്ക് അനാവശ്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളുടെ ബ്രെയിൻ ഡെത്ത് ആകുന്ന യുവാക്കളാണ്. അവർ ബ്രെയിൻ ഡെത്ത് അല്ലാതെ തന്നെ ഡോക്ടർമാർ ബ്രെയിൻ ഡെത്തായിട്ട് സർട്ടിഫൈ ചെയ്ത് അവയവം എടുക്കുന്നു ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസസ് ഓർ ഫോർ മണി മേക്കിംഗ് എന്നുള്ളൊരു മെസ്സേജ് സൊസൈറ്റിയിലേക്ക് സ്ട്രോങ് ആയിട്ട് കൊടുത്ത കുറേ സംഭവങ്ങളുണ്ട്. അതിനകത്ത് നമ്മൾ സിനിമാ മാധ്യമങ്ങളുണ്ട്. ഉദാഹരണത്തിന് ജോസഫ് എന്ന് പറഞ്ഞൊരു സിനിമ നമ്മളുടെ ഓർഗൻ ഡൊണേഷനെ വളരെയധികം ഡാമേജ് ചെയ്തിട്ടുണ്ട്. എഴുത്തുകാരന് സാമൂഹിക പ്രതിബദ്ധത വേണമെന്ന് വാശി പിടിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു പൗരനുണ്ടാകേണ്ട മിനിമം സിവിക് സെൻസ് ഉണ്ടാകേണ്ടത് നിർബന്ധമാണ്. എന്താണ് ഷാഹി കബീർ സിനിമകളെക്കുറിച്ചും ഈ വീഡിയോയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പങ്കുവെക്കുക. ഇത്രയും നേരം വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം. നന്ദി.